നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയയും ഒരു ഡിജിറ്റൽ ലൈഫും കണക്ഷൻ ഇല്ല, വേറെ ആക്ച്വൽ ആക്ടിവിറ്റീസ് ഇല്ല. എന്ത് ചെയ്യും? പണ്ടൊക്കെ നമ്മൾ സിനിമയ്ക്ക് പോവും, പൂരത്തിന് പോവും, ഉത്സവത്തിനോ എന്തെങ്കിലുമൊക്കെ ഭയങ്കര നാടനായിട്ടുള്ളൊരു കൾച്ചർ ഉണ്ടായിരുന്നു. ആ കൾച്ചർ വിട്ടു പോവുകയും ചെയ്തു. വെസ്റ്റേൺ കൾച്ചർ വന്നതിലെല്ലാം കൺസ്യൂമറിസമാണ്. വെറുതെ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ, എങ്ങനെയെങ്കിലും പൈസ ചിലവാക്കുക ഫോർ മറ്റേത് ഒരു പൈസ ചിലവും ഇല്ലാതെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റീസും യങ്സ്റ്റേഴ്സിന് കുറേയും കൂടെ അവരുടെ ഒരു ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ ഒരാൾ എന്തുകൊണ്ടൊരു കാര്യം ചെയ്യുന്നു അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പകരം എന്ത് ചെയ്യണം എന്നും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ബുക്കിൽ പ്രത്യേകിച്ച് ആ കാര്യം എടുത്തു പറയാൻ കാരണം, ഞാൻ രക്ഷപ്പെട്ടു പോയി പോലും ഇല്ല, അങ്ങനെ പോലും പറയാൻ പറ്റില്ല. ആ എക്സ്പീരിയൻസ് ഉണ്ടായി September 3, 2004. പക്ഷെ പിന്നെ 18 years, അതിൽ 14 years സൈക്യാട്രിക് മെഡിസിൻ കഴിക്കേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട്. അത് എളുപ്പമല്ല, ഇറ്റ് ഇസ് ടെറിബിൾ. അതോടൊപ്പം ആ മെഡിസിൻ കഴിക്കുകയും എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഗ്രാഫിൽ എത്തിക്കുകയാണ്. 2004 മുതൽ ഇപ്പോൾ 2025 ഇരിക്കുന്ന ഞാൻ കഠിന പരിശ്രമം എന്ന് പറഞ്ഞാൽ, ബിക്കോസ് പുറകിൽ അത്രയും വെയിറ്റും കൊണ്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി. എനിക്ക് സീരിയസ്ലി യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, പ്ലീസ് ഡു നോട്ട് വേസ്റ്റ് യുവർ ലൈഫ്. ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് ആൻഡ് എനർജി. ബിക്കോസ് ബ്രെയിൻ സെൽസ് ചത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നമ്മൾ ഈ കെമിക്കൽസും നാർക്കോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ. ആ നേരത്തേക്ക് എന്തോ വലിയൊരു സാധ്യത, എന്തോ വലിയൊരു കാര്യം സാധിച്ചെടുത്തു എന്നുള്ള ഫീലിങ്ങിലാണ് ഇരിക്കുന്നെങ്കിലും ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ലൈഫ് ആൻഡ് എനർജി. അത് ഞാൻ സീരിയസ്ലി അത് പറയും. അങ്ങനത്തെ പ്രോഗ്രാംസിൽ ഇനിയും പങ്കെടുത്ത് ആക്ച്വലി ഇതിൻ്റെ എന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പം യങ്സ്റ്റേഴ്സിനോട് ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നവർ ഇതൊന്നും ചെയ്തിട്ടില്ലാത്തവരാണ്. അപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഐ എം റെഡി, ബോധവൽക്കരണ ക്ലാസ്സസ് എടുക്കാൻ ഞാൻ റെഡിയാണ്. ബിക്കോസ് നമ്മൾ പറയുമ്പോൾ ഐ ഹാവ് ബീൻ ദർ, ഐ ഹാവ് ഡൺ ദാറ്റ്. And I'm telling you, please don't. പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ കയറി പറഞ്ഞിട്ട് എന്താ കാര്യം? സ്ട്രോങ് പോയിന്റ് ആണത്. സോ അതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്, ജീവിതത്തിലെ ഒരു കോളിംഗ്. നമുക്കൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും സൊസൈറ്റിയിൽ. അപ്പോൾ നമ്മളിതുവരെ ജീവിച്ചു വന്ന ലൈഫ് വെച്ചിട്ട് ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ബിക്കോസ് നമ്മുടെ സ്വന്തം അബദ്ധങ്ങൾ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിലും ആ അബദ്ധം ലൈറ്റർ ആവുകയാണ്, ആ ചെയ്ത മണ്ടത്തരത്തിൻ്റെ ഒരു ഗുണം ഉണ്ടാവുകയാണ്. ഈ ഒരു ബുക്കിൽ മുഴുവനും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ, ദൈവം, ഇതാണ് ലെന പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പം ഓരോ അധ്യായത്തിലും ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇത്രയും ഇപ്പോൾ ഒരു 150ഓളം പേജുള്ള ഒരു ബുക്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ ശരിക്കും ദൈവം? ദൈവം ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ. നമ്മളിത് മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ ഈ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് എല്ലാവരോടും ചോദിച്ചാൽ ആരാണ് എൻ്റെ ശരീരം, എൻ്റെ മനസ്സെന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്. ആരാണത് പറയുന്നത്? ഞാനാണ് പറയുന്നത്. ഈ ഞാനപ്പോൾ ആരാണ് എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാവും. അപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ ആ കൺഫ്യൂഷൻ നമ്മൾ തീർക്കാൻ ചോദിക്കും, ശരി ഈ ഞാനെന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോഴും കൺഫ്യൂഷനായി. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ലൈഫ്, ജീവനാണ്. ആ ജീവനാണെന്ന് പറയുമ്പോൾ ജീവൻ എന്താണെന്ന് ചോദിക്കാം. നമുക്കൊക്കെ ജീവനുണ്ടെങ്കിലും നമുക്ക് ജീവൻ എന്താണെന്ന് അറിയില്ല. ജീവനുണ്ടെന്ന് മാത്രം അറിയാവൂ. ആ ജീവനാണ് ഈ ശരീരം മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഓക്കെ വാട്ട് ഈസ് ലൈഫ്? അപ്പോൾ ഇറ്റ് ഈസ് കോൺഷ്യസ് എനർജി എന്ന് പറഞ്ഞാൽ എല്ലാ എനർജിയും കോൺഷ്യസ് അല്ല. ഇവിടെ ബൾബ് കത്തിക്കുന്ന ഊർജം കോൺഷ്യസ് അല്ല, അത് നമ്മൾ വിരലിട്ട് നമ്മളെയും കത്തിച്ചു കളയും. അപ്പോൾ കോൺഷ്യസ് എനർജി, പ്യൂർലി കോൺഷ്യസ് എനർജി ഈസ് ലൈഫ് എന്ന് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇതെൻ്റെ കാഴ്ചപ്പാട്. അതിനി ദൈവം അതല്ല എന്ന് അവകാശപ്പെടണമെങ്കിൽ ഞാൻ തർക്കിക്കാൻ ആളല്ല. ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഈ പറയുന്ന ഞാൻ ഇസ് ജീവൻ. ജീവൻ ഇസ് കോൺഷ്യസ് എനർജി, ബോധമുള്ള ഊർജം. ആ ബോധമുള്ള ഊർജം, ഓൾ എൻകംപാസിങ് ഊർജം, ഓൾ അണ്ടർസ്റ്റാൻഡിങ് ഊർജം, അതാണ് ദൈവം. ഇത് ഞാൻ പറയുന്നു.
ഇതുമായിട്ട് തർക്കിക്കുന്നവരുടെ അടുത്ത് ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. അത് അവരുടെ പെർസ്പെക്റ്റീവ് ആവാം, അവരുടെ ലോകം എനിക്കറിയില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നതായിട്ട് സിങ്ക് ആവാൻ പറ്റുന്നവർക്ക് ഇത് ഗുണം ചെയ്യും. എന്ന് വെച്ചാൽ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, ഞാൻ, ഇത് മൂന്നും കമ്പാർട്ട്മെൻറ്റലൈസായി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറിവോടുകൂടെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതം വളരെ ഡിഫറെൻ്റാണ്. ഓക്കെ. ഇത് പറഞ്ഞ് കണക്ട് ചെയ്യുമ്പോഴേ ദ ബുക്ക് ഓഫ് സീക്രട്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചതിനെ പറ്റി ലെന പറയുന്നുണ്ട്. എനിക്കൊന്നും മോഹൻലാൽ ലാലേട്ടനാണ് ആ ബുക്ക് വായിക്കണമെന്ന് പറഞ്ഞ് റെഫർ ചെയ്തത്. അപ്പോൾ ആ ബുക്ക് വായിച്ചതിൻ്റെ അകത്താണ് ഒരു 3 കാര്യങ്ങൾ ആവശ്യപ്പെടുക. അല്ല, അത് ദ സീക്രട്ടിലാണ്. ദ സീക്രട്ടിലാണ് ഈ ആസ്ക്, ബിലീവ്, റിസീവ് എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളത്. അതൊരു എക്സാമ്പിളും പറയുന്നുണ്ട്. ഒരു എയർപോർട്ടിൽ എൻ്റെ ബാഗ് 3ാമത് വരണമെന്ന് മനസ്സിൽ ഓർക്കുകയും അത് അതേപോലെ തന്നെ 3ാമത് വരികയും ചെയ്യുന്നു. അതിൽ എന്നെ ട്രസ്റ്റ് ചെയ്യുകയാണ് ശരിക്കും. അതൊരു കോയിൻസിഡൻസ് ആയിക്കോട്ടെ ശരിക്കും. അതെ, കോയിൻസിഡൻസ് ആവാം. ഞാൻ ആ സമയത്ത് ടെസ്റ്റ് ചെയ്യാണ്. ഞാൻ ഈ ബുക്ക് ഫ്ലൈറ്റിലായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യണമല്ലോ. ഇവരൊരു കാര്യം പറഞ്ഞാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, ആഹാ അങ്ങനെയാണോ, ആസ്ക്, ബിലീവ്, റിസീവോ? എന്നാൽ എന്ത് ചോദിക്കാം. എൻ്റെ ബാഗ് ഇപ്പോൾ കൺവെയർ ബെൽറ്റിൽ വരുമല്ലോ. നമ്മളെല്ലാവരും ഈ ബാഗിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് മടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതന്നെ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ ബാഗ് ഒരു പച്ച കളറിലുള്ള ഒരു ലെതർ ബാഗായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ബാഗ് ഈ കൺവെയർ ബെൽറ്റിൽ നമ്പർ 3 ആയിട്ട് വരണം. എന്നാൽ ഞാനിത് വിശ്വസിക്കാം. മനസ്സിൽ ഓർക്കുവാണ് ഇങ്ങനെ. ഞാൻ വെറുതെ ഫിക്സ് ചെയ്യുകയാണ് ഒരു സംഭവം. ഇതിൻ്റെ തത്വം നമ്മൾ പരീക്ഷിക്കുകയാണ്. തത്വം ഇസ് ദിസ്: നിങ്ങൾക്കൊരു കാര്യം വേണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക, അത് കിട്ടും, അത് നടക്കും എന്ന് ബിലീവ് ചെയ്യുക, എന്നിട്ട് അത് റിസീവ് ചെയ്യുക. ഇതാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആഹാ അത് നോക്കണമല്ലോ. ഞാനിത് പരീക്ഷിക്കുന്നു. ആ ബാഗ് 3ാമതായിട്ട് വരുന്നു. സർപ്രൈസ്ഡ് ആയോ? എനിക്ക് ഭയങ്കര ആഹ്ലാദം വന്നു, എനിക്ക് ചിരി വന്നു. ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ഒരാൾ ബാഗ് വരുന്ന കണ്ടിട്ട് ഇത്രയും ചിരിക്കുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു ഈ പറഞ്ഞ പോലെ മെനി കോയിൻസിഡൻസസിലൊരു കോയിൻസിഡൻസ് ആയിരിക്കും. ബിക്കോസ് പലപ്പോഴും നമ്മളെ എപ്പോഴും അത് ചോദിച്ചാൽ അത് സംഭവിക്കണമെന്നില്ല. അപ്പോൾ അതൊരു, അതായത് എന്തെങ്കിലും ഒരു തത്വം ഉണ്ടെങ്കിൽ അത് എപ്പോഴും വർക്ക് ചെയ്യണം. ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യാത്ത കാര്യങ്ങളിൽ നമുക്കതൊരു തിയറി, ഒരു ഫിക്സ്ഡ് കാര്യമല്ല അത്. സോ അതിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെയും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു 80% ഓഫ് ദ ടൈം ഇത് വർക്ക് ചെയ്യും, 20% വർക്ക് ചെയ്യില്ല. അപ്പോൾ എനിക്ക് പിന്നെ അവിടെ നിന്ന് അന്വേഷിച്ചാണ് മറ്റേ നമ്മുടെ പോളോ കോയലോൻ്റെ സേയിങ് ആണ് ഈ അറിവ്. അതായത് എന്തെങ്കിലും വേണമെങ്കിൽ ആഗ്രഹിക്കുക, യൂണിവേഴ്സ് തരും. എനിക്ക് തോന്നുന്നു ആ അധ്യായത്തിന്റെ അടുത്ത അധ്യായത്തിൽ തുടക്കം കോട്ട് ചെയ്തേക്കുന്നു. ബിക്കോസ് ഞാനത് ട്വിസ്റ്റ് ചെയ്തു. പോളോ കോയലോൻ്റെ ആ പറച്ചിലിന് ഞാൻ ട്വിസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ ആവുമ്പോൾ അത് 100% നടക്കും. വേറെ നമ്മളിത് പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് ശരിക്കും ആഗ്രഹം ഇല്ലാത്തൊരു കാര്യത്തിന് വെറുതെ എനിക്കൊരു BMW കാർ വേണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല. പക്ഷെ വെറുതെ ചോദിച്ചാൽ ഞാൻ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ആഗ്രഹമാണെങ്കിൽ ഒരു BMW ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ആൾക്കാരില്ലേ. എന്ന് വെച്ചാൽ ചിലവരുണ്ട്, എൻ്റെ ലൈഫിൽ ഒരേ ആഗ്രഹമുള്ളൂ, എനിക്കൊരു BMW കാർ വേണം എന്ന് പറയുന്നവരുണ്ട്. അതായത് 5ാം ക്ലാസ് മുതൽ പറഞ്ഞു തുടങ്ങിയതായിരിക്കും. അവർക്ക് എന്തായാലും അത് കിട്ടും. എന്താണെന്നറിയോ, അത് യൂണിവേഴ്സ് അവരുടെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം പ്ലാന്റ് ചെയ്യുന്നതാണ്. ആ കാറ് നേടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യും അത് കിട്ടാൻ. അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡെസ്റ്റിനേഷനാണത്. അപ്പോൾ ആഗ്രഹങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ ശരീരവും മനസ്സിൽ നിന്നാണോ അതോ ഞാനിൽ നിന്നാണോ? ഞാനിൽ നിന്നാണെങ്കിൽ 100% നടക്കും, നടന്നിരിക്കും. അതിന് തടസ്സമില്ല. വേറെ ആരാ തടയാൻ? ദൈവത്തിന്. കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞ യൂണിവേഴ്സ് നടത്തണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. അതെ, നമുക്കത് നടക്കും എന്നും തോന്നും. അത് നടക്കും. നമുക്ക് വെറുതെ ഒരു തോന്നല, എത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് വെറുതെ അത് നടക്കും. അതെവിടെ നിന്നാണ് ആ ഒരു ധൈര്യം തോന്നുന്നത്? ബിക്കോസ് നമ്മുടെ ഇൻറ്റ്യൂഷനിൽ നമ്മൾ അറിയാണ് അത് നടക്കും. പല കാര്യങ്ങളും നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് ദൈവമേ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ യൂഷ്വലി നടക്കില്ല. ബിക്കോസ് അത് നമ്മുടെ ഏതോ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ എന്തോ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടോ ആരെയോ താത്തി കാണിക്കാനോ എന്തോ റിവെഞ്ച് എടുക്കാനോ എന്തോ ഒരു നെഗറ്റിവിറ്റിയാണ്. എന്തോ പുറത്തുള്ള ഒരു കാര്യം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും.
ഷോ അത് നടക്കുമോ അതെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മുടെ ആഗ്രഹങ്ങളല്ല അത് നമ്മൾ വെറുതെ പുറമേ നിന്ന് എടുത്തു വയ്ക്കുന്ന കുറേ ബാഗേജാണ്. ഇത് സംഭവിക്കണം എന്തോ വാശി പുറത്ത് ചെയ്യുന്ന പോലെ. ഇതിലൊരു വാശിയില്ല. ശരിക്കുള്ള ഒരു ഡിസയർ എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ തിളച്ചു വരുന്നു. നമ്മൾ അതിനനുസരിച്ച് തോന്നിപ്പിക്കുന്നതാണ് ശരിക്കും. തോന്നിപ്പിക്കുന്നതാണ്. മനസ്സിലായി. എന്നുവെച്ചാൽ ആരെ തോന്നിപ്പിക്കുന്നു എന്ന് നമ്മൾ ക്ലിയർ ആക്കണം. നമ്മൾ പറഞ്ഞു എൻ്റെ ശരീരം എൻ്റെ മനസ്സ് അത് പറയുന്നത് ഞാൻ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഞാൻ എന്ന് പറയുന്ന ലൈഫ് മൈൻഡിനെ തോന്നിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവ ഊർജം നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കുമ്പോൾ ദാറ്റ് യെസ് എനിക്കിത് വേണം. അത് തോന്നിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പോയി എടുക്കില്ല. ഇപ്പോൾ ഇത്രയും പറയാം, വിശക്കുന്നു, അതൊരു ഡിസയറാണ്. അതാരാ തോന്നിപ്പിച്ചത്? അതെങ്ങനെ വന്നു? ആ ഒരു തോന്നൽ, വിശപ്പ് എന്ന് പറഞ്ഞത് ഉള്ളിൽ നിന്ന് പ്രകൃതി തോന്നിപ്പിച്ചു. അതുപോലെ തന്നെ പ്രകൃതി തോന്നിപ്പിക്കണം എല്ലാ കാര്യങ്ങളും. വിശക്കാത്ത സമയത്ത് ഇപ്പൊ ഭക്ഷണം കഴിച്ച് വന്ന ഉടനെ വീണ്ടും ഒരു ബിരിയാണി വിളമ്പി തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും നല്ല ബിരിയാണി ആയാലും. അപ്പോൾ തോന്നൽ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. പുറമെ ഇപ്പോൾ ബിരിയാണി വന്നു, എന്തായാലും ബിരിയാണി വന്നല്ലോ അതും തിന്നാന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ ഡിസയേഴ്സ്, വിശപ്പ് ദാഹം അതുപോലെയാണ് എല്ലാം വരേണ്ടത്. അപ്പോൾ 100% നടന്നിരിക്കും വളരെ സ്മൂത്തായിട്ട്, വിത്തൗട്ട് എനി പ്രോബ്ലം. ഈ ടോപ്പിക്കൽ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഫാമിലിയിലേക്ക് ഒന്നുകൂടെ വരാം.